എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് അച്ചട്ടി എക്സാമിനൊക്കെ പോയി. പിന്നെതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. അത് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടാനൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇന്ന് രാവിലെ ഒരു ബുൾസയും 2 ബ്രെഡും ഒരു ചായയും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ അനിയന്റെ കല്യാണം ഉണ്ട് കേട്ടോ. ഓണം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അപ്പൊ കുട്ടിച്ചന്റെ മോനാണ് കേട്ടോ. അവന്റെ കല്യാണം പറയാനായിട്ട് താട്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വരുന്നൊന്നും അറിയില്ല. ഉച്ചയ്ക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണല്ലോ. എന്തെങ്കിലല്ലേ നമുക്ക് ആ ഒരു ധൈര്യത്തില് വന്ന ആളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാന് ഫ്രിഡ്ജിൽ അയലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു, കറി വെച്ചു, പൊരിച്ചു. കഴിക്കോ കഴിക്കില്ലേ എന്നുള്ളത് അവരുടെ കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ഈ കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെതാ അയിലക്കറി മുളകിട്ട് വെച്ച കറിയാണ് കേട്ടോ. മുട്ട വെച്ചിട്ട് ഇതുപോലൊരു തോരൻ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് ചോറ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ രാത്രിയിലൊക്കെ ഇപ്പൊ കട്ട ഡയറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കറി വെക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ ഇരിക്കുകയായിരുന്നു. കാരണം ഇന്നലത്തെ കറിയൊക്കെ നമുക്കുണ്ട് ഇന്ന് എടുക്കാനായിട്ട്. പിന്നെ ഞാൻ വെച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ തുണികളൊക്കെ തോരട്ടുണ്ട് കേട്ടോ. ഇതിനിടയിലേ തെങ്ങേറാള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി തേങ്ങ ഒതുക്കലും ഓലമടല് ഒതുക്കി വെക്കലും ഒക്കെ കുറച്ച് പണികളുണ്ട് കേട്ടോ. ഇവര് വരുന്നതിന് മുന്നേ ഞാൻ മുകളില് തുണി തോരടാൻ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷമാണ് ഇവര് വന്നത് കേട്ടോ. അങ്ങനെ തെങ്ങ് കയറുമ്പോ തേങ്ങ അഴലുമ്പലേക്ക് വീണിട്ട് അഴല് പൊട്ടി കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് പണിയായി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും പോയി നോക്കിട്ടൊന്നുമില്ല ഞാന്. എന്തായാലും മണ്ണൊന്നും ഇല്ലല്ലോ മുകളില്. അതിനി വെയിലുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. ഇനി അഴലൊക്കെ കെട്ടി തുണികളൊന്നും കൂടെ തിരിച്ചിടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, പ്രതീക്ഷിക്കാത്ത കുറെ പണികൾ വന്നു ചേരും കേട്ടോ. ചില ദിവസം ഒന്നും ഉണ്ടാവില്ല. തേങ്ങ വറുക്കിടുമ്പോഴേക്കും അച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നാ മതിയായിരുന്നു. വേപ്പില്ലേ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയത് കേട്ടാ. ഇതാകുമ്പോ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുറേ ദിവസമായിട്ട് നല്ല വെയിലല്ലേ. അതുകൊണ്ട് പിന്നെ എവിടെ ഇട്ടാലും തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പൊ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാം. തേങ്ങ ഒതുക്കി വെച്ചപ്പോഴേക്ക് ആകെ വേർത്ത് വിളിച്ചിട്ടാ. നല്ല ചൂടുണ്ട് കേട്ടാ. പുറത്ത് നല്ല വെയിലാണ്. മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. അത്ര ചൂട്.
ഇനി എന്താ പറയാ, ഇനിയിപ്പൊ കൈകാലൊക്കെ കഴുകി വന്ന് ഇനി കുറച്ച് ചോറ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കിടക്കാനൊന്നും പോയിട്ടില്ല. ചോറിനല് കഴിഞ്ഞപ്പോ കുറച്ചേരം TV ഒക്കെ കണ്ടു. എന്നിട്ടിപ്പോ ഇവിടെ ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ആയിട്ട് പിന്നെന്താ 1-2 റീൽസ് ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നല്ല കാറ്റ്, നല്ല ഭയങ്കര കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിളികളാണെങ്കിലോ ഭയങ്കര ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ കിളികളുടെ എണ്ണൊക്കെ കൂടിയിട്ടുണ്ട്. മുട്ടയൊക്കെ ഇട്ടിട്ടേ ഒരെണ്ണം വിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. 5 പുറത്ത് കാണാൻ കേട്ടോ. പിന്നെ കുട ഉണ്ടല്ലോ, ആ കുടത്തിന്റെ ഉള്ളില് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഈ കിളികളേന്ന് ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അന്ന് അവരുടെ ആ സ്നേഹവും തല്ലുണ്ടാക്കലും ഒക്കെ കൂടി കാണുമ്പോ ഭാര്യയും ഭർത്താവും ഒക്കെ തല്ലിടും അല്ലേ, അതേപോലെ തന്നെ സ്നേഹം കാണിക്കുമ്പോഴും അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. അവരെ ഇങ്ങനെ കുറേ നേരം നമ്മള് നോക്കിയിരിക്കുമ്പോ ചായ കുടിക്കട്ടെ. അവന് കാലൊക്കെ കടയുണ്ടത്ര, അതാണ് ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുട്ടാ. മുകളില് കുറച്ച് തുണികള് കൊണ്ടുവരാൻ മോൾക്ക് വാങ്ങിച്ചതായിരുന്നേ. അവളിപ്പോ ഇത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളി കളറാണ്. അപ്പോ ഇന്ന് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അപ്പൊ നമ്മുടെ ഈ നെയില് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നീളം വെച്ച് വന്നിട്ടുണ്ട് കേട്ടാ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഈ കളർ കൊള്ളാമോ? അങ്ങനെ പിന്നെ വൈകിട്ട് മേലെഴുകലൊക്കെ കഴിഞ്ഞു, വിളക്കത്തിക്കല് കഴിഞ്ഞു. പിന്നെ ഇതാ നേരത്തെ തന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. അച്ചുട്ടി ഫുഡ് കഴിക്കണോടൊന്നും എണിച്ചിട്ടില്ല കേട്ടാ. അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മൊബൈലും കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എണിക്കാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ ഞാൻ എന്ത് പണിയാട്ടി വേഗം എണിച്ചിട്ട് പോന്നു. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വേണമല്ലോ നമുക്ക് ഇന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെന്താ, ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. കുറേ അധികം വിശേഷങ്ങളായിരുന്നു കേട്ടോ. വിശേഷങ്ങളിലേക്കാളും കൂടുതൽ പണികളായിരുന്നേ. കുഴപ്പമില്ല. എന്നാലും പക്ഷെ ഇന്ന് ജിമ്മിന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ജിമ്മിനൊന്നും പോയില്ല. പിന്നെന്താ, അപ്പോ ഇത്രയൊക്കെയുള്ളൂ. ഇനി വേറൊന്നുമില്ല. ഇപ്പതാ നമ്മള് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഉറങ്ങട്ടെ കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്.